തിരുനാവായയിൽ ഭക്തജന സാഗരം. മഹാമാഘ മഹോത്സവത്തിൽ നദീപൂജാ ചടങ്ങുകൾ ആരംഭിച്ചു. അതിനുശേഷം നിളാ ആരതി. വിവരങ്ങളുമായി ശിവദാസ് കർമ്മടം ചേരുന്നുണ്ട്. ശിവദാസ്, ഇന്ന് എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ ചടങ്ങുകൾക്കുള്ളത്? ഭക്തജനം ഇപ്പോഴും ഒഴുകിയെത്തുകയാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ, ശിവദാസ്? അശ്വതി, തീർച്ചയായും മഹാമക മഹോത്സവത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും ഭക്തജന പ്രവാഹം തന്നെയാണ്. കൂടുതൽ ഭക്തർ വിവിധ ഇടങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ നിള ആരതി കാണുന്നതിന് വേണ്ടി ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അവർ ഏകദേശം ഉച്ചയ്ക്ക് ശേഷം തന്നെ ഇവിടേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. പിന്നീട് മണിക്കൂറുകൾ ഇടവിട്ട് നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അക്കരയിലും ഈ നിള ആരതി കാണുന്നതിന് വേണ്ടി നിരവധി ഭക്തരാണ്, വിശ്വാസികളാണ്. പല ഇടങ്ങളിലുമായി വ്യത്യസ്ത ജില്ലകളിൽ നിന്നും വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. മഹാമക മഹോത്സവം എന്ന് പറയുമ്പോൾ അത് ചരിത്രപരമായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഈ കഴിഞ്ഞ ഇതിൽ നിന്ന് 11ാം ദിവസമാണ്. നിരവധി പ്രത്യേകതകൾ ഉള്ള ഒരു ചടങ്ങുകളാണ് ഇതിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്നത്. പ്രത്യേക പൂജകളടക്കം ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇതോടൊപ്പം ഏറ്റവും കൂടുതൽ ഭക്തർ ഇത് കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തുന്നത് ഈ നിള ആരതി കാണുന്നതിന് വേണ്ടിയാണ്. അല്പസമയത്തിനകം നിള ആരതി ആരംഭിക്കും. ഇതിൻ്റെ ഭാഗമായി നിള പൂജയും അല്പസമയത്തിനകം ആരംഭിക്കും. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? എറണാകുളത്ത് നിന്ന് കാക്കനാട് നിന്ന് വരികയാണ്. ഞങ്ങൾ രാവിലെ 8 മണിയായപ്പോഴത്തെ ഇവിടെ എത്തി. ഇതിന് പ്രധാനമായും ഇതിന് ഒരു പ്രേരണ കിട്ടിയത് ജനൻ TV-യുടെ ഈ ആരതി എല്ലാ ദിവസവും കണ്ടുകൊണ്ടാണ് ഇവിടെ വരണമെന്ന് എൻ്റെ വൈഫിനെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു വാസ്തുഗ്രാമം വില്ലാസ് എന്ന് പറഞ്ഞ ഒരു വില്ല കോംപ്ലക്സ് ഉണ്ട്. അവിടെ നിന്ന് കുറേ ആൾക്കാരെ കൂട്ടി വില്ലാസിലുള്ള ആളുകളെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് താല്പര്യമുള്ള എല്ലാവരെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആൾക്കാർ വരാൻ താല്പര്യപ്പെട്ടിരിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനമായ ഒരു പ്രേരണ നൽകിയത് ജനൻ TV-യുടെ ഈ പരിപാടികൾ തന്നെ. വന്നപ്പോൾ എന്ത് തോന്നിയ ഒരു അനുഭവം തന്നെയാണ്. ഏറ്റവും നല്ല ഇതിൻ്റെ സംഘാടകർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഇത് സംഘടിപ്പിച്ച സന്യാസി സമൂഹത്തിനും അതിൽ പ്രധാനമായിട്ടും മണ്ഡലേശ്വരമായിട്ട് നമ്മുടെ ആനന്ദവന സ്വാമികൾക്കും ഒക്കെ അഭിനന്ദനം പറയുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ക്രമീകരണങ്ങൾ വളരെ നല്ലതാണ്. ഞങ്ങൾ തന്നെ ഉച്ചയ്ക്ക് പോയി ഇവിടെ നടന്ന് ഭക്ഷണം കഴിക്കാനൊന്നും യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഭക്ഷണം കഴിച്ച് ഇവിടെ വന്ന് പിന്നെ ഇവിടെ നേരത്തെ വന്നിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത്ര ഇങ്ങനെയുള്ളൊരു 2 മണിയായപ്പോൾ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും ആൾക്കാർ ഇന്ന് നല്ല ജനത്തിരക്കുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാരായി. ആയി. ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾ കുറേ പേര് ഇങ്ങനെ ഇതിന് ബാരിക്കേഡിന് പുറം നിൽക്കുകയായിരുന്നു. പിന്നീട് അങ്ങ് നിറയുകയായിരുന്നു ചെയ്ത്. അപ്പോൾ അങ്ങനെ നല്ലൊരു അനുഭവമാണ്. ആത്മീയ ഉണർവ് കൂടി ഉണ്ടാക്കുന്നതാണ്. തീർച്ചയായിട്ടും അത് സ്നാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും, ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവർക്കും ആ ഒരു അനുഭൂതി ഉണ്ടായി. അതെല്ലാവരും അനുവരും പരസ്പരം പറയുകയും ചെയ്തു. അങ്ങനെയാണ്. ഇതാണ് ഇവിടെ പറയാനുള്ളത്. ഒരു വലിയ അനുഭവം തന്നെയാണ്. കാരണം ഒരു ആത്മീയ നിർവൃതി തന്നെയാണ്. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് എറണാകുളത്ത് നിന്നും എത്തിയ ആളുകളാണ്. ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും ഉള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വ്യത്യസ്ത ചടങ്ങുകൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ അത് നിള ആരതിയും അതോടൊപ്പം തന്നെ നിള സ്നാനവുമാണ്. ഈ നിള നദിയിൽ, അതായത് ഭാരതപ്പുഴയിൽ ഈ സമയത്ത് മാഘമാസത്തിൽ സ്നാനം ചെയ്യുക എന്നുള്ളത് പുണ്യമായി കരുതുന്നു. കാരണം സപ്തനദി സംഗമം കൂടിയാണ് ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ സ്നാനം ചെയ്യുമ്പോൾ. ഈ സപ്ത നദികളുടെ സംഗമം ഉള്ളത് കൊണ്ട് തന്നെ അത് പുണ്യമായി കരുതുന്നു. 7 തലമുറകളുടെ പാപങ്ങൾ അതുവഴി ഇല്ലാതാകുന്നു എന്നുള്ള വിശ്വാസം ഉണ്ട്. ഈ മഹാമക മഹോത്സവം എന്ന് പറയുന്നത് അത് കുംഭമേളയ്ക്ക് സമാനമായി തന്നെയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ, അതായത് 271 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള സന്യാസി സംഗമവും നദീപൂജയും അടക്കമുള്ള ചടങ്ങുകൾ ഇതിൻ്റെ ഭാഗമായി നടന്നിരുന്നു. ഇപ്പോൾ അത് വീണ്ടും പല സമയങ്ങളിലും അത് ഇല്ലാതെ നിലച്ചു പോയിരുന്നു. അതായത് സാമ്രാജ്യത്വ അധിനിവേശത്തിനും അതോടൊപ്പം തന്നെ വൈദിക വിദേശികളുടെ ആക്രമണത്തിന് ശേഷവും ടിപ്പുവിൻ്റെ പടയോട്ട കാലത്തുമെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ തന്നെ നിലച്ചു പോയിരുന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ അതിൻ്റെ ഒരു പുനരുജ്ജീവനം കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിൽ തന്നെ ഒരു ആത്മീയ പ്രവാഹമായി മാറിയിരിക്കുന്നു. ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മയായി അത് മാറിയിരിക്കുന്നു. ഒരു ആത്മീയമായ
മായ ഒരു വലിയ രീതിയിലുള്ള ഒരു ഉണർവായി അത് മാറിയിരിക്കുന്നു. ഇപ്പോൾ നദീപൂജ ആരംഭിച്ചിട്ടുണ്ട്. ഈ നിള ആരതിക്ക് തൊട്ട് മുൻപുള്ള നദീപൂജയാണ് അതിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നിള ആരതി നടക്കും. ഏകദേശം 1 മണിക്കൂറോളമാണ് ജനം TV അത് മുഴുവൻ സമയവും ഇത്തരത്തിലുള്ള ഈ നിള ആരതി പൂർണ്ണമായും അത് തത്സമയം തന്നെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ ജനം TV പൂർണ്ണമായും ഇതിൻ്റെ വാർത്തകളെല്ലാം തന്നെ നൽകിയിരുന്നു. എന്തായാലും വലിയ ഒരു വിജയം തന്നെയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മഹാമഖം 2028 ഇതൊരു മഹാകുംഭമേളയായി സംഘടിപ്പിക്കാനുള്ള തീരുമാനമുണ്ട്. കാരണം 2016 മുതലാണ് സന്യാസി സംഗമവും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ആത്മീയ പരിപാടികൾ അന്ന് ചെറിയ രീതിയിലായിരുന്നു അത് സംഘടിപ്പിച്ചിരുന്നത്. മഹോത്സവമായി സംഘടിപ്പിച്ചത്. പിന്നീട് ഈ വർഷമാണ് അത് വിശാലമായ തലത്തിലേക്ക്, പ്രത്യേകിച്ച് സന്യാസിമാരുടെ നേതൃത്വത്തിൽ, ജൂന അക്കാഠയുടെ നേതൃത്വത്തിൽ, സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിന്റെ നേതൃത്വത്തിലേക്ക് അത് വിശാലമായ തലത്തിലേക്ക് വ്യത്യസ്തമായ ചടങ്ങുകളോടെ 15 ദിവസം അത് നടത്തുന്ന തലത്തിലേക്ക് അത് മാറിയിരിക്കുന്നത്. ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായ ചടങ്ങുകളും പൂജാകർമ്മങ്ങളും ആത്മീയ പരിപാടികളും സാംസ്കാരിക പരിപാടികളും അടക്കം ഉള്ള നിരവധി സന്യാസികൾ പങ്കെടുക്കുന്ന, കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി സന്യാസിമാർ പങ്കെടുക്കുന്ന ഒരു ആത്മീയ ചടങ്ങായി മാറിയിരിക്കുന്നു. കേരളീയ സമൂഹം ഒന്നടങ്കം അത് ഏറ്റെടുത്തിട്ടുണ്ട്, പൂർണ്ണമായും ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും ഇവിടെ ഒരു വലിയ ജനസഞ്ചയം തന്നെ നമുക്ക് കാണാൻ കഴിയും. തുടക്കത്തിൽ ഭക്തജനങ്ങൾ കുറവായിരുന്നു എങ്കിൽ പിന്നീട് അത് ഒരു വലിയ ജനക്കൂട്ടമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലൊക്കെ പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ജനക്കൂട്ടമായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു തിരുനാവായയിൽ പൂർണ്ണമായി നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ഈ ഒരു ആരതി നടക്കുന്നതിന് തൊട്ടടുത്ത് മാത്രമല്ല, ഇതിന് അപ്പുറത്ത്, അതായത് ഈ ഭാരതപ്പുഴയ്ക്ക് അപ്പുറത്താണ് നവാമുകുന്ദ ക്ഷേത്രമുള്ളത്. ആ ക്ഷേത്രത്തിന് ചുറ്റും ഇത്തരത്തിൽ നൂറുകണക്കിന് ആളുകൾ അവിടെയും ഇരുന്ന് നിള ആരതി കാണുന്നുണ്ട്. ഇങ്ങനെ ഇതിന് ചുറ്റും ഈ ആരതി നടക്കുന്ന ആ പുഴയുടെ ഈ മധ്യഭാഗത്ത് പ്രത്യേകം സ്വച്ഛമാക്കിയ സ്ഥലത്താണ്. ഈ ആരതിക്ക് നടക്കുന്ന ഈ സ്ഥലത്തിന് ചുറ്റും ഇത്തരത്തിൽ തന്നെ കൃത്യമായി തന്നെ ആയിരക്കണക്കിന് ഭക്തരാണ് തമ്പടിച്ചിരിക്കുന്നത്. അത് നിള ആരതി കാണുകയാണ്. നിള ആരതി കണ്ട് സംതൃപ്തി അടയുക, ആത്മീയ പുണ്യം നുകരുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ വലിയ വാഹനങ്ങളിലടക്കം നിരവധി ഭക്തർ ഇവിടേക്ക് പല പല ഇടങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത്.